എൻ്റെ പേര് രാഹുൽ. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് പുതിയ വിഷു റിലീസിൽ ഒന്നായ ആലപ്പുഴ ജിംഖാനിനെ കുറിച്ചാണ്. ഈ ആലപ്പുഴ ജിംഖാന ഡയറക്റ്റ് ചെയ്ത ഖാലിദ് റഹ്മാനാണ്. പുള്ളിയുടെ ഇതുവരെ ഇറങ്ങിയ എല്ലാ സിനിമകളും അത്യാവശ്യം നല്ലോണം ഇഷ്ടമുള്ള ആളാണ് ഞാൻ. എനിക്ക് അനുരാഗ് കരിക്കുമ്പോഴും കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. അന്ന് ഫസ്റ്റ് കണ്ട മുതൽ ഇതുവരെ നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള സിനിമ അതാണ്. എനിക്ക് പേഴ്സണലി എന്തോ സിനിമയുടെ ഇഷ്ടമുണ്ട്. അപ്പോൾ ഭയങ്കര എനിക്ക് പുള്ളിയുടെ സിനിമകളെല്ലാം ഇതുവരെ ഇഷ്ടമുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല എക്സ്പെക്റ്റേഷൻ ഈ സിനിമയോട് ഉണ്ടായിരുന്നു. എനിക്ക് ട്രെയിലറൊന്നും ഓൾറെഡി വർക്കായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഐ സ്റ്റിൽ പുള്ളിയുടെ എല്ലാ സിനിമകളും ഇഷ്ടമാണ്. പുള്ളിയുടെ സിനിമ എടുക്കുന്ന സ്റ്റൈൽ ഇഷ്ടമാണ്. വർക്കാവുമെന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ആവറേജ് അനുഭവമാണ് സിനിമ കണ്ടപ്പോൾ ഉണ്ടായത്. ഭയങ്കര നല്ലതായിട്ടും തോന്നിയില്ല. പേഴ്സണലി എനിക്ക് പുള്ളിയുടെ ഫിലിമോഗ്രാഫിയിൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത സിനിമയാണ് ആലപ്പുഴ ജിംഖാന. സ്റ്റിൽ ഇറ്റ്സ് നോട്ട് എ ബാഡ് ഫിലിം. ഭയങ്കര ബോറടിക്കുന്ന സിനിമയൊന്നുമല്ല. പ്രത്യേകിച്ച് ഞാൻ ഇതിന് മുമ്പ് കണ്ട ബസൂക്കയായിരുന്നു. ബസൂക്ക ഭയങ്കര ബോർ സിനിമയായിരുന്നു. ഇറങ്ങി പോകാൻ വരെ തോന്നിയൊരു സിനിമയായിരുന്നു. പക്ഷെ അതിനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇതൊരു ബോറിങ് സിനിമയൊന്നുമില്ല. അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ഇടുന്ന തമാശകളൊക്കെ ഉണ്ട്. കുറേയൊക്കെ ചിരിക്കാനുള്ളതുണ്ട്. ആ ഒരു രീതി നോക്കുമ്പോൾ കുഴപ്പമില്ല. എൻ്റെ അമ്മ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തേക്ക് ഫസ്റ്റ് ഹാഫൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ. സെക്കൻഡ് ഹാഫും അത് ഒബ്വിയസ്ലി അമ്മയ്ക്ക് കണക്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ തമാശ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുടെ അമ്മേനെ ഞാൻ കൊണ്ടുപോയത്. പക്ഷേ എനിക്ക് ഈ സിനിമ ആക്ച്വലി അത്രയും പോലും ഇഷ്ടമായില്ല സത്യം പറഞ്ഞാൽ. ഒരു വളരെ ഓക്കേഷ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. യാതൊരു ഹൈ തരാത്തൊരു സിനിമയാണ് സത്യം പറഞ്ഞാൽ. ഒരു ബോക്സിങ് സിനിമയാണെന്നുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യമൊക്കെ ഹൈ തരാൻ പറ്റേണ്ടതാണ്. അത്യാവശ്യം ഡീസൻറ്റ് രീതിയിൽ ബോക്സിംഗ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര വ്യത്യസ്തമായ ബോക്സിംഗ് ഷൂട്ട് എന്ന് ഞാൻ പറയില്ല. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോക്സിംഗ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഫിസിക്കലി ഇതിനു വേണ്ടി നല്ലോണം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും കാണാനുമുണ്ട്. അതൊക്കെ എനിക്കിഷ്ടമായി. പക്ഷേ ആസ് എ പ്രോഡക്റ്റ് എനിക്ക് സിനിമ ഇഷ്ടമായില്ല. എനിക്ക് റൈറ്റിംഗ് ഒക്കെ വളരെ ഫ്ലാറ്റായിട്ടാണ് തോന്നിയത്. ഒരു കമ്മിങ് ഓഫ് ഏജ് സിനിമയാണ് മെയിൻലി അത്. അത് ബോക്സിങ്ങിൻ്റെ ഇതിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. എനിക്ക് മെയിൻലി കണ്ടപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ ഈ ഗിരീഷേടി യൂണിവേഴ്സ് ഖാലിദ് റഹ്മാൻ യൂണിവേഴ്സിനെ മീറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സിനിമയാണത്. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഗിരീഷ് ഷേഡിയുടെ സിനിമകൾ പുള്ളിയുടെ സിനിമകൾ എനിക്ക് വർക്കാവാറില്ല. ഇതുവരെ ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഭയങ്കര മോശമാണ് അങ്ങനെയല്ല. എനിക്ക് പുള്ളിയുടെ സിനിമകൾ പൊതുവെ വർക്കാവാറില്ല എന്തുകൊണ്ട്. അപ്പോൾ അതിനോട് സിമിലർ ആയിട്ടുള്ള സിനിമ പോലെയാണ് എനിക്ക് ആലപ്പുഴ ജിംഖാന തോന്നിയത്. ഒബ്വിയസ്ലി ഇതിൽ സെറ്റപ്പ് കംപ്ലീറ്റ് ഖാലിദ് റഹ്മാൻ്റെയാണ്. പക്ഷേ സിനിമ ബേസിക്കലി എനിക്ക് ഗിരീഷ് ഷേഡിയുടെ സിനിമയുടെ സ്റ്റൈൽ പോലെയാണ് തോന്നിയത്. അതായിരിക്കുമോ റീസൺ എനിക്കറിയില്ല. അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് അത്ര ഇതൊന്നും തോന്നിയില്ല. നസലിൻ സാധാരണ ചെയ്യുന്ന റോള് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഗംഭീര പ്രകടനമൊന്നും അതിനകത്തൊന്നുമില്ല. എല്ലാവരും ഞാൻ ഒരു ഡീസൻറ്റ് കെമിസ്ട്രി ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. അതിൻ്റെ ഒരു രസം ഇതിനകത്തുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ചിലതൊക്കെ ഭയങ്കര ഓവർഡു ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില സീനുകൾ ഈ ഇവരുടെ കെമിസ്ട്രി കാണിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട്. ഓവറോൾ ഒരു ആവറേജ് അനുഭവമായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇതിലത്തെ പാട്ടുകൾ, മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിരുന്നു. അത് സൂപ്പറായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സത്യം എനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുക ഒരു രസം തന്നതും ആ പാട്ടുകളും മ്യൂസിക് തന്നെയാണ്. അതുകൊണ്ട് പുള്ളിക്കാണ് മെയിൻലി എൻ്റെ തംസപ്പ് ആക്ച്വലി. ഇനി ഞാൻ പറയാൻ പോകുന്ന സ്പോയിലേഴ്സാണ്. ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് വന്ന് ഞാൻ ട്വിറ്ററിൽ കണ്ടതുമൊക്കെ എല്ലായിടത്തും ഇത് ഭയങ്കര ക്ലീഷേ ബ്രേക്കിംഗ് സിനിമയാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇനി ക്ലീഷേ ബ്രേക്കിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹീറോ ജയിക്കാത്തതാണ് ക്ലീഷേ ബ്രേക്കിംഗ്. അതൊരു ക്ലീഷേ ബ്രേക്കിംഗ് ആണെന്നുള്ള അനുഭവമൊന്നുമില്ല. നിങ്ങൾ അത്യാവശ്യം പേരുള്ള ബോക്സിംഗ് സിനിമകൾ ഏതെടുത്താലും അതിൽ ഹീറോസ് പൊതുവെ ഫൈനൽ റൗണ്ടിൽ ജയിക്കാറില്ല. കാരണം എന്താ, ചാമ്പ്യൻ ആയിട്ടുള്ള ആൾക്കാരും അതെല്ലാം കൂടുതൽ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് പൊതുവെ ഇപ്പോൾ റോക്കി അതാണല്ലോ നമ്മുടെ ഗോൾഡൻ സ്റ്റാൻഡേർഡ്. അതിനകത്ത് ആക്ച്വലി ഫസ്റ്റ് സിനിമ സിൽവസ്റ്റർ സ്റ്റാലോൺ ജയിക്കുന്നില്ല റോക്കിയുടെ ക്യാരക്ടർ. അത് പീപ്പിൾസ് ചാമ്പ്യനാവും. ഈ സിനിമയിലും അതുപോലെ തന്നെ കാണിക്കുന്നത്. അതായത് ഇതിൽ ആക്ച്വലി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു പൊതുവെ ബോക്സ് സിനിമകളുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഒരാൾ വേറൊരാളെ ഫൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് സിനിമ മുമ്പോട്ട് കൊണ്ടുവന്നത്. ഈ സിനിമയുടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ ആലപ്പുഴയ്ക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതും ഒരാൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ ബോക്സിങ് ചെയ്യാൻ പോകുന്ന തമ്മിൽ രണ്ട് സിനിമകൾ രണ്ട് ടൈപ്പ് സിനിമകളാണ്. എനിക്ക് തോന്നുന്നു പലരും ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ക്ലീഷേ ബ്രേക്കിംഗ് ആണെന്ന് തോന്നുന്നത്. അതായത് ഈ സിനിമ നല്ലോണം ക്ലീഷയുള്ള സിനിമയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചെയ്യുന്ന സ്പോർട്ട് അതിലെങ്ങനെയാണ് സിനിമകൾ കാണിക്കുക. ഇവർ തമ്മിൽ അത്യാവശ്യം തമ്മിൽ അറിയാം, അങ്ങനെ ഗ്രൂപ്പുള്ള ആൾ കളിക്കാം. അങ്ങനെയാണെങ്കിലും ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ചേർച്ചക്കുറവുണ്ടാവും. ഭയങ്കര ഹെവി ചേർച്ചക്കുറവ്. പക്ഷേ സ്റ്റിൽ ഇവർ തമ്മിൽ ചേർച്ചക്കുറവുണ്ടാവും. പിന്നെ ഇവർ തമ്മിൽ എല്ലാവരും ഒന്നിക്കുന്നു. അങ്ങനെ ഇവർ അവസാനം ഒന്നിക്കുന്നു, അത് കഴിഞ്ഞ് ജയിക്കുന്നു അല്ലെങ്കിൽ തോക്കുന്നു, സംതിങ് അങ്ങനെ എൻഡ് ചെയ്യിക്കാനാണ് പൊതുവെ സ്പോർട്സ് സിനിമകൾ നോക്കാറ്. ഈ സിനിമയിൽ അങ്ങനെ ഒരു എൻഡില്ല. പകരം ഇവർ
ഇവർ കമ്മിങ് ഓഫ് ഏജ് ആയിട്ട് ഇവർക്ക് എന്താണ് ഇവരുടെ പൊസിഷൻ എന്നുള്ളത്, അതായത് ഈ ഗെയിമിൽ അവരുടെ പൊസിഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നതിലാണ് ഈ സിനിമ എൻഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെ ഇതൊന്നും ഒരു ക്ലീഷേ ബ്രേക്കിംഗ് അല്ല, അതായത് സിനിമയ്ക്ക് ഒരു കംപ്ലീഷൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം, കോച്ചായിട്ട് വരുന്ന ആൾക്ക് ഇവരോടെല്ലാം ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ആ കോച്ചായിട്ട് വരുന്ന ആൾക്ക് എന്തൊക്കെയോ ചെറിയ ഇവരോട് മാറി നിർത്തുന്ന കാര്യങ്ങളുണ്ട്, പുള്ളിക്ക് എന്തെങ്കിലും പ്രൂവ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിനുവേണ്ടിയും പുള്ളി ഇവരെ ട്രെയിൻ ചെയ്യിക്കുന്നതിനെ കാണുന്നുണ്ട്. അങ്ങനെ രീതിയിലെടുത്താലും ലുക്മാൻ ചെയ്യുന്ന കോച്ചിൻ്റെ ക്യാരക്ടർ അതുപോലെ തന്നെയാണ്. പുള്ളിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പുള്ളിക്ക് സൗത്ത് ഏഷ്യയിൽ കളിക്കാൻ പോകാൻ പറ്റില്ല, അവിടെയുള്ള കോച്ചുകളായിട്ട് പ്രശ്നമുണ്ട്, ഇതൊക്കെ അസോസിയേഷൻ്റെ പ്രശ്നമുണ്ട്, അതൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് ഇവർക്ക് എല്ലാവർക്കും പേഴ്സണലി ഓരോ പ്രശ്നങ്ങളുണ്ട് അതിജീവിക്കാൻ വേണ്ടിയിട്ട്. അത് എല്ലാ സ്പോർട്സിനുള്ള ക്ലീശയാണ് അല്ലേ? പിന്നെ ഇതിൽ അവസാനത്തെ ഫൈറ്റ് എന്തിനായിരുന്നു? ഇവർ തമ്മിൽ കംപ്ലീറ്റ്ലി ഒത്തൊരുമയില്ല അവസാനം വരെ. ഇവർ ഒത്തൊരുമിക്കുന്ന എപ്പോഴാണ്? ആ ഫൈറ്റ് നടക്കുമ്പോഴാണ്. ഏറ്റവും അവസാനത്തെ ക്ലൈമാക്സിൽ ഫൈറ്റ് ഒരു അനാവശ്യമായൊരു ഫൈറ്റായിട്ട് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ബോക്സിങ് കഴിയുമ്പോൾ നിർത്തേണ്ട ഒരു സിനിമയാണ്. പിന്നെ നീട്ടിക്കൊണ്ടുപോയി. ആ ഫൈറ്റ് തന്നെ ഒരു ക്ലീശയാണ്. നിങ്ങളിപ്പോൾ ചക് ദ ഇന്ത്യ എടുത്തോ, ഇതിനകത്ത് അവർ തമ്മിൽ ഫസ്റ്റ് ഹാഫിൽ ഒത്തൊരുമില്ല നിൽക്കുമ്പോൾ അവർ കഫയിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇവരെല്ലാം ഒന്നിക്കുന്നു. അതായത് ഇവർക്ക് ഞങ്ങളൊരു ടീമാണെന്ന രീതിയിൽ അവർക്ക് ഇവർ തമ്മിലുള്ള ആ ബോണ്ട് ദൃഢമാകുന്ന ഫൈറ്റ് മേടിച്ചാണ്. പല സ്പോർട്സിനുള്ള സ്ഥിരമായി ഉപേക്ഷിക്കുന്നൊരു ക്ലീശയാണ്. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരാൾ ഹേർട്ട് ചെയ്യുമ്പോൾ അവർക്കത് ഇതാവുകയും അവരൊരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യുന്നൊരു സ്ഥിരം ക്ലീശയാണ്. ഇതൊരു ഭയങ്കര ക്ലീഷേ ബ്രേക്കിംഗ് സിനിമയാണെന്ന് പറയുന്നതിൻ്റെ ഒരു ഇതൊന്നും എനിക്ക് മനസ്സിലായില്ല. മേ ബി ഐ എം റോങ്, ബട്ട് ട്രൂത്ത്ഫുള്ളി ഈ സിനിമ ഇങ്ങനെയാണ്. ഇത് ഭയങ്കര പാത്ത് ബ്രേക്കിംഗ് ക്ലീഷേ ബ്രേക്കിംഗ് സിനിമയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പൊതുവേ എനിക്ക് തോന്നിയിട്ടുള്ള മിക്കവരും സ്പോർട്സ് ഡ്രാമ സിനിമകളിൽ ഒരു ഹീറോ ആയിട്ട് ഒരാളുണ്ട്, അയാൾ ജയിക്കുന്നില്ല, അവസാനം വരുന്ന ജയിക്കുന്നില്ല, അതുകൊണ്ട് ഇത് ക്ലീഷേ ബ്രേക്കിംഗ് ആണെന്നൊരു തോന്നലാണ് എല്ലാവരും ഇത് പറയുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എനിക്കങ്ങനെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്കത് വലിയ ക്ലീഷേ ബ്രേക്കിംഗ് സിനിമ, ഒരു വളരെ സാധാരണമായ നോർമലായിട്ടുള്ളൊരു ടീനേജ് അല്ലെങ്കിൽ അല്ല ടീനേജ് കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സാധാരണ സിനിമ, അത് ബോക്സിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനകത്തൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും കുറേ പേര് ഈ സിനിമ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, കാരണം ഇത്ര അവധിയൊക്കെ കിട്ടിയല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.